ആദ്യം തന്നെ നമുക്ക് തേങ്ങ എടുക്കണം. തേങ്ങ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പച്ച തേങ്ങ എടുക്കുക, അതായത് ഫ്രിഡ്ജിൽ വെക്കാത്ത തേങ്ങ എടുക്കുക. നമ്മുടെ ഇതുപോലത്തെ മീൻകറിക്കൊക്കെ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പിഞ്ചോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും നമ്മുടെ മീൻകറിക്ക്. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് കുറച്ച് പുളി ചേർത്ത് കൊടുത്ത്, പുളി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക പച്ചമാങ്ങ, പുളിഞ്ചിക്ക ഇതുപോലത്തെ തക്കാളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ പുളിയും കൂടെ നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരു ചെറിയ പീസ് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു കുറഞ്ഞ അളവിലായതുകൊണ്ടാണ് ഈ ഒരു പീസ് ഉള്ളി എടുത്തതും ചെറിയ പുളി എടുത്തതും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. പിന്നെ ദാണ്ട് ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം ഞാൻ ദാണ്ട് കുറച്ചധികം കറിവേപ്പിലയും ഒരു തൊണ്ടമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്കിനി ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഇതിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ഇനി മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓവർ വെള്ളം